Hello, welcome back to my YouTube channel. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ടുഡേ ഈസ് November 15th. അപ്പോൾ ഞാൻ ഒരു 42 ഡേയ്സിൽ ക്രിസ്മസ് വരുന്നുണ്ട്. സോ ഒരു വൈൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരു തട്ടിക്കൂട്ടൽ വൈൻ റെസിപ്പിയാണ്. ദിസ് ഈസ് നോട്ട് ദ എക്സാക്ട് വേ വൈൻ ഉണ്ടാക്കേണ്ടത്. മെയിൻ തിങ് ദ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഇതെൻ്റെ ബ്രദർ ഇൻ ലോയിൻ്റെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഡപ്പിയാണ്. സോ പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലും ഒന്നും ഇട്ട് വയ്ക്കാൻ പാടില്ല. യു ഷുഡ് യൂസ് എ ഗ്ലാസ് ഭരണി തന്നെ യൂസ് ചെയ്യണം. എനിക്ക് പിന്നെ വേറെ സോസ് ഇല്ലാത്തതുകൊണ്ട്, ബിക്കോസ് എൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ ഒരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ള ഭരണി എൻ്റെ അമ്മ അടിച്ചു മാറ്റി. സോ അതുകൊണ്ട് എനിക്ക് സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുക്കുവാണ്. ബട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. പിന്നെ എക്സാക്ട്ലി ഒരു വൈനല്ല, ലൈക്ക് ഗ്രേപ്പ് വൈൻ അതുപോലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള വൈനല്ല. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഗ്രേപ്സ്, ബീട്രൂട്ട്, പൈനാപ്പിൾ, പിന്നെ കുറച്ച് നെല്ലിക്ക. ആദ്യം തന്നെ ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഡിഷസും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ടാൽ എനിക്ക് പൊതുവേ വൈൻ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ചങ്ക്സ് അങ്ങനെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ അതിൻ്റെ ഒരു എക്സ്ട്രാക്ട് ഇറങ്ങി കാണൂല എന്നുള്ളൊരു എന്തോ എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്ലെൻഡ് ചെയ്തിട്ടാണ്, ഫുള്ളി അരക്കേണ്ട, ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് ഒന്ന് കോഴ്സായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ആ റിംഗ് ലൈറ്റിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാം വട്ടം വട്ടമായിട്ട് കാണും. ബീട്രൂട്ട് ഉണ്ട്, പിന്നെ നെല്ലിക്ക, ദെൻ പൈനാപ്പിൾ നല്ല കുറച്ച് പൾപ്പിയാണ് പൈനാപ്പിൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ. സോ അത് പൾപ്പിയാണ് കാര്യം. ഭയങ്കര കോഴ്സായിട്ട് മതി, ഭയങ്കര മാഷി ആയിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. പിന്നെ വീറ്റ് ഉണ്ട്, ഫുൾ ഗോതമ്പ്. പിന്നെ ഇത് മറ്റേ സാധനം ബിരിയാണിക്കൊക്കെ ഇടുന്ന ക്ലോവ്സ് ഉണ്ട്. പിന്നെ ഇത് ഈസ്റ്റാണ്, ഓക്കെ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. സോ ഞാൻ പണ്ടൊരു വൈൻ എക്സ്പെർട്ടായിരുന്നു, ഇപ്പം അറിയത്തില്ല, ലെറ്റ്സ് സീ. അപ്പം എന്തായാലും ഇത് ഞാൻ 41 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കും. 41 ആവത്തില്ല, ഇത് ഒരു 28 ഡേയ്സിൽ എടുക്കാം. ബട്ട് ഞാൻ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേ ഒക്കെ ആയിട്ട് എടുക്കാം, എന്നാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എടുത്തിട്ട് കുളമാവുകയാണെങ്കിൽ ഞാൻ കാണിക്കാം, നോ പ്രോബ്ലം. അപ്പം സ്റ്റാർട്ടിങ് ഓഫ്, പൊതുവേ ഡ്രൈ ആയിട്ട് നിങ്ങളിങ്ങനെ ബ്ലെൻഡ് ചെയ്യാതെ എടുക്കുവാണെങ്കിൽ, എനിക്കറിയത്തില്ല അതിൻ്റെ മെക്കാനിസം എന്താണെന്ന്. ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ എടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ലെയറായിട്ട് ഇടും. ഫസ്റ്റ് ഗ്രേപ്സ് ഇടും, എന്നിട്ട് കുറച്ച് ഈസ്റ്റും ബീറ്റും ഷുഗറും ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റ് പൈനാപ്പിൾ ഇടും. അങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ലെയറായിട്ട് ഇടും. എന്നിട്ട് അവസാനം വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യും. അതിന് വരെ എല്ലാം ഒന്നിച്ചിട്ടാൽ പോരെ. അപ്പം ഞാൻ ഒന്നിച്ചെല്ലാം കൂടി ഇടാം. സോ ആദ്യം ഈ സാധനമൊക്കെ കൂടി ഇവിടെ വെക്കാം. എനിക്ക് സ്ക്രീനിൽ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എല്ലാം ഉണ്ടല്ലോ അല്ലേ, ഓക്കെ. അപ്പം ആദ്യം ഞാൻ ഗ്രേപ്സ് ഇടുന്നുണ്ട്. ഗ്രേപ്സ് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഈ പാത്രം എന്ന് പറയുന്നത് വെറ്റാവാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യണം. എനിക്കറിയാൻ പാടില്ല, അത് അങ്ങനെ എന്തോ ഒക്കെ ആണ്. പക്ഷെ ഞാൻ ചെയ്യുമ്പോഴൊക്കെ അത് നന്നായിട്ട് വരാം. അപ്പം ഗ്രേപ്സ്, പിന്നെ ഗ്രേപ്സ് ഞാൻ ഉള്ളതിൽ കുരുവൊക്കെ ഉള്ളതാണ് എടുത്തത്. പിന്നെ ചിലവർ ഞാൻ കുരു ഇല്ലാത്തത് കഴിക്കത്തുള്ളൂ, ഞാൻ സീഡ്ലെസ്സേ കഴിക്കത്തുള്ളൂ എന്നുണ്ടെങ്കിലും ഇത് അവസാനം എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ വൈനായിട്ടല്ലേ എടുക്കുന്നത്, അപ്പോൾ കുരു ഒന്നും വരത്തില്ല. അതുകൊണ്ട് കുരു ഉള്ളത് ഇട്ടാൽ മതി. പിന്നെ നെല്ലിക്ക, ഓക്കെ, അതും കൂടി ഫുൾ ഇടാം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രൊപ്പോർഷൻ ഒന്നുമില്ല കേട്ടോ, എൻ്റെ ഇഷ്ടത്തിന്. ഞാൻ ഗ്രേപ്സ് കുറച്ച്, എൻ്റെ ഇതിൽ ബീട്രൂട്ടും പൈനാപ്പിളും ഗ്രേപ്സും കൂടുതലാണ്. നെല്ലിക്ക ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട്, ഓക്കെ, ഇത് ഞാൻ ഒരു പോർഷനായിട്ട് കുറച്ച് പോർഷൻ ഇട്ടിട്ട് ഞാൻ ഇത്, അതായത് ഈ ലെയറപ്പ് ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഇത്ര ഇട്ടു. ഓക്കെ, അപ്പം ഇത്രയും ഇട്ടിട്ട് വാട്ട് വി ഡു ഇസ് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യും. അപ്പം ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ഫ്ലാറ്റ് ഒറ്റ സെയിം ലൈനിലാവും.
എന്നിട്ട് വാട്ട് വി ഡു ഇസ് ഈ ക്ലോവ്സ് ഒരു 4-5 ഇങ്ങനെ ഇടും. എന്നിട്ട് ഗോതമ്പ് ഇടും. ഗോതമ്പ് കുറച്ച് കൂടുതൽ ഞാനിടും. എനിക്ക് ആ ഗോതമ്പ് ഇട്ടാലാണ് കുറച്ച് ക്ലിയർ ആയിട്ട് വരുന്നത് തോന്നുന്നു. ഞാനൊരു കൈപ്പിടിയാണ് ഇട്ടത്. എന്നിട്ട് ഷുഗർ, ഒരു ലെയർ ഓഫ് ഷുഗർ ഇടും. ഒരു ലെയർ ഓഫ് ഷുഗർ ഇട്ടിട്ട് പിന്നെ ഇതിങ്ങനെ ആക്കും. ഓക്കെ, ഇങ്ങനെ ആക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആവും. എന്നിട്ട് ഒരു സ്പൂൺ ഓഫ് ഈസ്റ്റ് ഇടും. അങ്ങനെയാണ് ലെയർ ചെയ്ത് കൊണ്ടുവരുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് നമ്മളെല്ലാം കൂടി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്താൽ വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ചിടുന്നു എന്ന് മാത്രം. അപ്പം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ബീറ്റ്റൂട്ട് ബാക്കിയുള്ളത് ഇടുന്നു. ഇനി ഈ പൈനാപ്പിൾ. ഓക്കെ, പൈനാപ്പിളും ഞാനിങ്ങനെ ഇങ്ങനെ കോഴ്സായിട്ട് ഇത് ചെയ്ത് വെച്ചേക്കാം. പൈനാപ്പിൾ ഭയങ്കര പൾപ്പിയാണ്. സോ ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയി. അപ്പം നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു 2.2 kg അകത്തോട്ട് പോയി. ഇനിയിപ്പം ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത് ക്ലോവ്സ് ഇടാം. കുറച്ച് ക്ലോവ്സ് ഇട്ടു. എന്നിട്ട് റെസ്റ്റ് ഓഫ് ദി ഷുഗർ ആഡ് ചെയ്യാം. ഇട്ടിട്ട് ഇതിലോട്ട് വീറ്റ് ഇടാം. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യണത് എപ്പോഴും വുഡൻ സ്പാച്ചുല വെച്ചിട്ടായിരിക്കണം. എൻ്റെത് ഭയങ്കര തട്ടിക്കൂട്ടലാണ്. എൻ്റെത് ഞാനിങ്ങനെ സ്റ്റീലൊക്കെ യൂസ് ചെയ്തുവിടാം. ബട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഈസ് ഓൾസോ വർക്കിംഗ്, അത് മാത്രമേ ഉള്ളൂ. അപ്പം വുഡൻ സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പം ഇത്ര ഇട്ടു. ഇനി എന്തിടും? ഇനി ഈസ്റ്റ് ഇടാം. ഈസ്റ്റ് ഞാൻ 2 സ്പൂണാണ് ഇടുന്നത്. ഓക്കെ, സോ ഇത്രയായി. ഇനി എനിക്ക് ബാക്കി വെള്ളം ഒഴിക്കണം. പിന്നെ ഈ ഷുഗറും കൂടി ആഡ് ചെയ്യും. ഇട്ടിട്ട് ഇനി റെസ്റ്റ് ഓഫ് ദി വാട്ടർ ഒഴിക്കണം. ഫുള്ളി നമ്മൾ വാട്ടർ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വാട്ടർ ഒഴിക്കണം. അടിപൊളി. പക്ഷേ ഈ ഒരു സ്വീറ്റ്നെസ് എടുക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യരുത്, അത് വല്ലാതെ ആവും. പിന്നെ വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുവാണ്. എക്സാക്റ്റ് എമൗണ്ട് ഒഴിക്കാവും. ഞാനിപ്പോൾ അതിൽ നിന്ന് എനിക്ക് പൊക്കി കോരി ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കാം. സംഭവം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രമായിട്ട് എടുക്കണം. ബിക്കോസ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ കണക്ക് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ പിന്നെ ആ ഫ്രൂട്ട്സ് ഇടുമ്പോൾ കുറച്ചും കൂടി ആ വെള്ളം റേസ് ആവൂലേ. അത് പറയുന്നില്ല, വെള്ളത്തിൽ കല്ലിടുമ്പോൾ വെള്ളം പൊങ്ങൂലേ, അതുപോലെ. സോ എനിക്കത് പ്രശ്നം പറ്റി. അപ്പം ഞാൻ 2 ഇതിലായിട്ട് മാറ്റി. അപ്പം ഇത് എനിക്കൊരു ഗ്ലാസ് ഇതാണ്. സോ അതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഇതിലായിട്ടാക്കി. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, 1 മിനിറ്റ്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമാണ് കൂടുതൽ ഗോതമ്പും കൂടുതൽ ഈസ്റ്റും ഇടാൻ. അപ്പം ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് ഇടുന്നു, ഇതിൻ്റെ അകത്ത് കുറേ ഇടുന്നു, കുറച്ചിടുന്നു, കുറേ ഇടുന്നു, കുറച്ചിടുന്നു. ഓക്കെ, ബിക്കോസ് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സൊക്കെ ചെയ്ത് അലമ്പാക്കിയല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഗോതമ്പ് ഇടുന്നതിൻ്റെ മെയിൻ ഇത് വൈൻ ക്ലിയർ ആവും. അതും കുറച്ച് ഇടാം. ബിക്കോസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്തപ്പം 2 സൈഡും ഈക്വലി പാർട്സ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയത്തിനാണ്. അതുകൊണ്ട് കുറച്ചിട്ടു. പിന്നെ ക്ലോവ്സും ഇതിൽ കുറച്ച് ഇട്ടിട്ട് ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ട് എഗെയിൻ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് ഡാർക്ക് ഏരിയയിൽ ഡെയിലി രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഏതെങ്കിലും ഒരു ടൈം ആസ് യു വിഷ് എടുത്ത് ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ഫോർ 41 days ഡെയിലി മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പക്ഷെ എൻ്റെ അമ്മ ഒരാഴ്ച മിക്സ് ചെയ്ത് വയ്ക്കണം എന്നാണ് എൻ്റെ അമ്മയുടെ വൈനിന് പറഞ്ഞത്.
പക്ഷെ ഞാൻ ഡെയിലി മിക്സ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യാറ്. അപ്പം എക്സാക്റ്റായിട്ട് അടിപൊളി വൈൻ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ അമ്മയുടെ റെസിപ്പി ഡു ചെക്ക് ഔട്ട്. സോ അത് ഐ തിങ്ക് ഇറ്റ്സ് ജിഞ്ചർ ഗ്രേപ്പ് മിക്സഡ് വൈൻ. സോ അത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അമ്മ അതിൽ എന്തൊക്കെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് ഇതിലും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ടൊക്കെ വെളുക്കാനൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ഈ കളർ നല്ല ഇതാണ്. വൈൻ ഇപ്പം ഗ്രേപ്പ് വൈൻ ആണെങ്കിലും നമുക്ക് ആ കളർ എക്സാക്ട്ലി കിട്ടണമെന്നില്ല. പക്ഷേ ഇത് ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് കളർ അടിപൊളിയാണ്. നല്ല ബീട്രൂട്ടിനെ കാട്ടി കുറച്ചും കൂടി റിച്ച് കളറാണ്. ബീട്രൂട്ട് ടു ഒരു ലൈറ്റ് പിങ്ക് മിക്സായി കുറച്ച് ഓറഞ്ച് മിക്സായ ഒരു കളറാണ്. സോ ഇതിപ്പം 41 ഡേയ്സ് ഞാനിത് അടച്ചു വയ്ക്കും. എന്നിട്ട് ഡെയിലി ഞാൻ മിക്സ് ചെയ്യുന്ന ഷോട്ട്സ് 1-2 ദിവസം മിക്സ് ചെയ്യുന്ന ഷോട്ട്സ് ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് സീ. ഹായ്, ഇന്ന് 24th December ആണ്. അപ്പം ഇന്ന് ഞാൻ വൈൻ എടുത്തില്ലെങ്കിൽ പിന്നെ നാളെ എനിക്ക് വീഡിയോ റിലീസ് ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ ആക്ച്വലി ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു ഞാൻ മിക്സ് ചെയ്യുന്ന പോർഷൻസ് കാണിച്ചു തരാമെന്ന്. പക്ഷേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കറക്റ്റ് ഒരു എക്സാക്ട് ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ അത് രണ്ടും കാണിക്കാം. സോ ഇപ്പം ഞാനത് മിക്സ് ചെയ്ത് 2 ദിവസം മുന്നേ മിക്സ് ചെയ്തു. എന്നിട്ട് മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നു. അപ്പോൾ ആ തെളിഞ്ഞു വന്ന വൈൻ ഞാൻ ഇന്ന് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് എടുത്തു വെച്ചു. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ ആണെന്ന്. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കാം. മിക്സ് ചെയ്യുന്നത് എപ്പോഴും വുഡൻ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ആസ് ഓൾവേസ് ഞാൻ സ്റ്റീൽ സ്പൂൺ എടുത്തിട്ടുണ്ട്. സോ വുഡൻ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് വെറുതെ ഇടുക, അടിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഫുൾ കലങ്ങും. എടുക്കുക, അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുന്നത് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കരുത്, ലൂസായിട്ടാണ് അടച്ചു വയ്ക്കേണ്ടത്. ഇങ്ങനെ ടൈറ്റ് ആക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ലിഡ് മാത്രം ഇടുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് 21 ഡേയ്സ് മുതൽ നിങ്ങൾക്ക് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൽ ഷുഗർ കണ്ടൻറ്റ് ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ വൈന് അരിച്ചെടുക്കുന്നതും കൂടി കാണിച്ചു തരാം. പിന്നെ വുഡൻ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാവൂ. പിന്നെ അരിച്ച് എവിടെ ഇത് എന്ത് ട്രാൻസ്ഫർ ചെയ്താലും ഗ്ലാസ് ബൗളിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് പോർഷൻ ഒന്ന് അരിച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് വലിയ സീവല്ല, ചെറിയ സീവാണ് എടുത്തേക്കുന്നത്. അത് പിന്നെ ആദ്യം വലിയ സീവ് എടുത്തിട്ട് എടുക്കുവാണെങ്കിൽ അത്രയും ഈസി ആയിരിക്കും. വലിയ ചങ്ക്സ് ഒക്കെ അതിൽ പോവുകയും ചെയ്യും, ബാക്കി തിക്കായിട്ടുള്ളത് വരികയും ചെയ്യും. ഇപ്പം ഞാൻ ഉടനെ സീവ് ചെയ്ത് ഇത് കുറച്ച് ഒഴിച്ച് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ കളറ് കുറച്ചും കൂടി കലങ്ങിയ കളറായിരിക്കും. അപ്പം എനിക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്, ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈനാണ്. ഇപ്പോൾ ഈ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഞാനും മമ്മി മാത്രമല്ലേ ഉള്ളൂ, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നാളെ തന്നെ കൊടുക്കണമെന്നില്ലല്ലോ. സോ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ വൈൻ എക്സ്ട്രാക്ട് ചെയ്ത് ബോട്ടിലിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് വീറ്റ് ഇട്ട് വയ്ക്കും. അപ്പോൾ വീറ്റ് ആ തിയറി അനുസരിച്ചിട്ട് വൈൻ ക്ലിയർ ആക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ കുറച്ച് വീറ്റ് ഇട്ട് വയ്ക്കും. എനിവേ അത് സെറ്റിലാവുമ്പോൾ മുകളിൽ ക്ലിയർ ആവും. സോ ഇങ്ങനെയാണ് 2 എണ്ണം ഇരിക്കുന്നത്. So I hope you all enjoyed this video. അപ്പോൾ നമ്മുടെ വൈൻ റെഡിയായി. So I'm wishing you all a Merry Christmas and a very Happy New Year. Thanks for watching. Bye bye.